സമന്വയം റെസിഡൻസ് അസോസിയേഷൻ അവതരിപ്പിക്കുന്ന നാടകം അസതോമ സദ്ഗമയ. അഭിനയിച്ചവർ ഹരിദാസ് മച്ചിങ്ങൽ, ഉണ്ണികൃഷ്ണൻ മച്ചിങ്ങൽ, ശ്രീകാന്ത് കെ പി, രാജേഷ് നടുക്കണ്ടി, ബിജു, മാസ്റ്റർ ദേവദർശ്, വിഷ്ണു, അനന്തു, പ്രജിഷ ശ്രീകാന്ത്, വിദ്യ പ്ലാത്തോട്ടത്തിൽ, അനിഖ, നിരഞ്ജന, ആദിത്യ ബിജു, വേദിത ബൈജു, ദൃശ്യ ശ്രീകാന്ത്, സ്നേഹ. ചമയം രഘുലാൽ. രംഗസജ്ജീകരണം സഹസംവിധാനം സുരേഷ് ബാബു മച്ചിങ്ങൽ. നാടകരചന സംവിധാനം VM കൃഷ്ണദാസ്. ഞാനൊരു ഡോക്ടറാണ്, എത്തിക്സ് ഉള്ള ഡോക്ടർ. ഡാർബിനെ വിട്ട് ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല. എന്റെ മാനസികാവസ്ഥ, ഫീലിംഗ്സ്, ഇതൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. വൈദ്യശാസ്ത്ര പരിശോധനയിൽ ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും ശബ്ദം കേൾക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. മനസ്സിന്റെ ശബ്ദം, ചിന്തകൾ, സ്വപ്നങ്ങൾ, ഇതൊന്നും ഈ ഉപകരണം ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയില്ല. ഞരമ്പിലൂടെ ഒഴുകുന്ന രക്തത്തിന്റെ തീവ്രത അളക്കാൻ പറ്റുമല്ലോ. നോക്കണം ഡോക്ടർ, എന്റെ രക്തം തിളക്കുന്ന ശബ്ദം. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊരു ചൊല്ലുണ്ട്. അത് ഡയലോഗ് മറന്നല്ലോ. എന്താണ് പവിത്ര, എത്ര ദിവസമായി റേസിൽ തുടങ്ങിയിട്ട് ഇതുവരെ ഡയലോഗ് കൂടി പഠിച്ചിട്ടില്ല. നിങ്ങൾ എന്താണ് ഇവിടെ കാണിക്കുന്നത്? ഇത് ജീവിതത്തിലും നാടകത്തിലുണ്ടോ? എന്നിട്ടും നാടകം സമയം എല്ലാം കൊടുക്കട്ടെ. ബെല്ലെടുത്തു. ലൈറ്റ് വേണ്ട. ഹലോ ചെക്കിങ്. ഹലോ ചെക്ക്. ഹലോ 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 ഹലോ. സമന്വയ റെസിഡൻസ് അസോസിയേഷൻ അവതരിപ്പിക്കുന്നവ നാടകം ഉടൻ ആരംഭിക്കുന്നു. ലൈറ്റ് അടുത്ത ബെല്ല് കൊടുത്താൽ ഞാൻ നാടകത്തിന്റെ പേരും മറ്റേ അനൗൺസ്മെന്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നീ മൂന്നാമത്തെ ബെല്ല് കൊടുത്ത് കർട്ടൻ നിർത്താൻ പറഞ്ഞു. ഓക്കെ, റെഡിയല്ല? എല്ലാവരും റെഡിയല്ല? ഓക്കെ, ലൈറ്റ്, കർട്ടൻ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന നാടകം അസതോമ സദ്ഗമയ. ബൃഹദാരണ്യക ഉപനിഷത്തിലെ ഈ മന്ത്രം അയാഥാർത്ഥ്യത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുവാനുള്ള നമ്മുടെ പ്രാർത്ഥനയാണ്. അസത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കൂ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കൂ. ഈ കാലഘട്ടം, ഈ കെട്ടകാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്ന പ്രാർത്ഥന, നമ്മളറിയാതെ തന്നെ മലിനമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിന്റെ പ്രാർത്ഥന. അസതോമ സദ്ഗമയ. അദ്ദേഹം എല്ലാം കുളമാക്കി, ഗ്രീൻ റൂമിൽ കയറി എല്ലാം അടിച്ചു തകർത്തു. ആരാണ് ലക്ഷ്മി? ആ കിഴവൻ, കണാരേട്ടൻ, കണ്ണന്റെ അപ്പൂപ്പൻ. വെള്ളം അടിച്ച് ബഹളം വെക്കുക. ഇനി നാടകവും വേണ്ട, ഒരു പണ്ടാരവും വേണ്ട. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശീലമില്ലല്ലോ. ആ ഗ്രീൻ റൂമിൽ ഒന്ന് പോയി നോക്കൂ, അപ്പോഴറിയാം ഉണ്ടോ ഇല്ലയോ എന്ന്. നാടകം തുടങ്ങാൻ സമയമായി. എല്ലാവരും വരടാ, നമുക്കത് പോയി നോക്കാം.
നാടകം തുടങ്ങാൻ ഇയാള് വെള്ളം അടിച്ച് വന്നിട്ട് എന്താ ചെയ്യാൻ എന്താണോ നോക്കുന്നത്? മനുഷ്യന്മാരെ കാണാത്ത പോലെ. കണാരേട്ട കുടിച്ചിട്ടുണ്ടോ? കുടിച്ചു. എന്തേ രാമ, ഇത്തിരി കുടിക്കണം. എന്താ ശരിയല്ലേ? ഇത്തിരി കുടിക്കണം, ഇത്തിരി തിന്നാടണം. ഒത്തന്നാൽ സത്യത്തെ കൊഞ്ഞനം കാണിക്കണം. എന്തെന്നാൽ നല്ലോനായാൽ കേവലം ഒരു രസം, ചീത്തയായാലോ വിവിധ രസമുണ്ടാകും. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതാ. പാവം മരിച്ചുപോയി. നല്ലോനായാൽ ആൾക്കാർ പറയും അവൻ നല്ലവനാ. കഴിഞ്ഞു, അവിടെ നിർത്തും. തെള്ളി ചീത്തയായാലോ അപ്പോൾ ജനങ്ങൾ പറയും ഓനാരാ മോൻ, കള്ള് കുടിക്കും, കഞ്ചാവ് വലിക്കും, അടിപിടി ഉണ്ടാക്കും, ഓനാ ആൺകുട്ടി എന്ന്. ഇവിടെ മതി. കണാരേട്ട കള്ളു കുടിച്ചിട്ടുണ്ടോ? കണാരാട്ടെ കള്ളു കുടിച്ചത് ഞാൻ ആദ്യമായിട്ട് കാണാം. എന്നാൽ കണാരേട്ട എങ്ങനെ കുടിപ്പിച്ച്? എന്നാൽ ഒരു തവണ ഇനി കാണണം, കാണണം. ഈ കുടിയുടെ ഞാൻ തന്നെ കുടിക്കും. എന്നെ ആരും കുടിപ്പിച്ചതല്ല, എനിക്ക് തോന്നി, ഞാൻ കുടിച്ചു. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ എന്നെ പെറ്റത് ഞാൻ തന്നെയാ. നമുക്ക് നാടാൻ തുടങ്ങണ്ടേ? ഇങ്ങനെ അപ്പുറത്ത് കൊണ്ടുപോയി കിടത്തിയാലോ? എന്താ നീ പറഞ്ഞത്? നാടകം? ഏത് നാടകം? ഇതൊക്കെ തന്നെയാണോ നാടകം? ലൈഫ് ഈസ് എ സ്റ്റേജ്. All men and women are actors, acting their part and departing. ഷേക്സ്പിയറെക്കാളും വലിയ നാടകക്കാരനാണോ നീ? എന്താ മോനെ? നമ്മുടെ കണ്ണൻ അറസ്റ്റ് ചെയ്ത് PG പഠിക്കുന്ന 4 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. മയക്കുമരുന്ന് ഉപയോഗിക്കുകയും കൈവശം വയ്ക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തതിനാണ് അവരെ അറസ്റ്റ് ചെയ്തത്. സ്വാതന്ത്ര്യ സമരസേനാനിയും സർവോദയ നേതാവുമായിരുന്ന KP കണാരൻ എന്ന കണാരേട്ടന്റെ പൗത്രനാണ് അറസ്റ്റിലായവരിൽ പ്രധാനി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി.
മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി. പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ. ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ. ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടലുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി. തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. കണ്ണരേട്ടാ, കണ്ണരേട്ടാ, എല്ലാം ഞങ്ങൾ അറിഞ്ഞു. പക്ഷെ ധീരനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഇങ്ങനെ തളരാമോ? ഇങ്ങനെ തകരാമോ? അബോധാവസ്ഥയിലേക്കുള്ള പാത ഇതുവഴിയാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മദ്യപിച്ചു. ഈ കുടിയുടെ ഉദ്ദേശം ഞാൻ തന്നെയാണ്. എന്നെ ആരും കുടിപ്പിച്ചതല്ല. കണ്ണരേട്ടാ, കണ്ണനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അവനെ നന്നാക്കണം, നന്നാക്കി എടുക്കണം. ഇല്ല, കണ്ണാ, ഇന്നെന്താ സ്കൂൾ നേരത്തെ വിട്ടോ? ഇന്ന് പപ്പി ടീച്ചറുടെ സെൻഡ് ഓഫ് ആയിരുന്നു. ആഹാ, ഇതെന്താ? ടീച്ചർ എല്ലാവർക്കും ഓരോ കോപ്പി വീതം നൽകിയിട്ടുണ്ട്. വസുദൈവ കുടുംബകം. ഇതാര് പറഞ്ഞു തന്നതമ്മ? ടീച്ചർ. ഇതിന്റെ അർത്ഥം അറിയാമോ നിനക്ക്? ലോകമേ തറവാട്. ആഹാ, അപ്പോൾ അറിയാമല്ലേ? ഇന്ത്യൻ പാർലമെന്റിന്റെ ഭിത്തിയിൽ മഹാ ഉപനിഷത്തിലെ ഈ അക്ഷരങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്തിരിക്കുന്ന പലർക്കും അതിന്റെ അർത്ഥം അറിയില്ല. അതറിയുന്ന ഒരാളുണ്ടായിരുന്നു, മഹാകവി വള്ളത്തോൾ. അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ എഴുതി: ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ എന്ന്. ആരെ പറ്റി അറിയാമോ കണ്ണന്? മഹാത്മജി. വളർന്നു വലുതാവുമ്പോൾ കണ്ണൻ അദ്ദേഹത്തെ പോലെ ആവണം. ഡയോജനിസോ? അതെ, ടീച്ചർ ഒരു കഥ പറഞ്ഞു തന്നു, ഡയോജനീസിന്റെ കഥ. ഞാനൊരു ഏതൻസുകാരനല്ല, ഞാനൊരു ഗ്രീക്കുകാരനല്ല, ഞാൻ ഈ ലോകത്തിലെ പൗരനാണ് എന്നാണത്രേ ഡയോജനീസ് പറഞ്ഞത്. എനിക്ക് വലുതാവുമ്പോൾ ഡയോജനീസിനെ പോലെ ആവണം, ഒരു വിശ്വപൗരൻ. മോനെ കണ്ണാ, എന്താ അമ്മേ?
അഭിമാനം ഇതുപോലെയാണ്. 90 വർഷത്തോളം ഞാൻ ഉയർത്തിപ്പിടിച്ച അഭിമാനം മൺകലം പോലെയാണ്. തകർന്നാൽ വീണ്ടും നന്നാക്കാവിനാവില്ല രാമ. അത് നശിച്ചുപോയി. മഹാത്മാഗാന്ധിയെ പോലെ ആണെന്ന് അവന്റെ അപ്പൂപ്പൻ ആഗ്രഹിച്ചു. ഡയോജനിസിനെ പോലെ ആകണമെന്ന് സ്വയം പ്രഖ്യാപിച്ച എന്റെ കണ്ണ് ഇന്ന് മയക്കുമരുന്ന് കേസിന് ജയിലിലാണ്. അപ്പൂപ്പന്റെ കൊച്ചുമോനെ എനിക്കറിയാം. ഞാൻ പഠിച്ച അതേ കോളേജിലാ അവന് പഠിക്കുന്നേ. എല്ലാം ശരിയാവോ അപ്പൂപ്പ? ഇല്ല മോളെ, എനിക്ക് പ്രതീക്ഷയില്ല മോളെ. 1947 ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ ഈ ജന്മം സഫലമായെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു. എന്നാൽ അകാലത്തിൽ മരിച്ച എന്റെ മകൻ എന്നെ ഏൽപ്പിച്ച കൈക്കുഞ്ഞ് ഇന്ന് രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലാണ് കേട്ടപ്പോൾ എന്റേതൊരു പാഴ്ജന്മമാണെന്ന് ഞാൻ അറിയുന്നു മോളെ, അറിയുന്നു. നമ്മുടെ അസോസിയേഷന്റെ ജനറൽ ബോഡി യോഗത്തില് അന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ന് ഞാൻ പറഞ്ഞു, നൃത്തങ്ങളും നാടകവും ഒക്കെ ചെയ്യുന്നത് പോലെ മയക്കുമരുന്നിനെയും പോരാടാൻ നാം ഉത്സാഹം കാണിക്കണമെന്ന്. അന്ന് ആരും അത് ചെവിക്കൊണ്ടില്ല. പക്ഷെ ഇന്ന് നമുക്കും അനുഭവം ഉണ്ടായിരിക്കുന്നു. പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും മാത്രം കേട്ടി വന്നിരുന്ന സംഭവം ഇന്ന് നമ്മുടെ നാട്ടിലും സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ കണ്ണ്. നിങ്ങൾക്കറിയാവോ, ഒരിക്കൽ എന്റെ ക്ലിനിക്കിൽ ഒരു അച്ഛനും അമ്മയും വന്നു. അവരുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെയും കൊണ്ട്. അവളൊരു ഡ്രഗ് യൂസർ ആയിരുന്നു. She wants to escape from the addiction. പക്ഷേ കഴിയുന്നില്ല. അടച്ചിട്ട മുറിയിൽ അവളോടൊപ്പം ഇരുന്നപ്പോ അവൾ മനസ്സ് തുറന്നു. പറയൂ കുട്ടി, തുടക്കം എങ്ങനെയായിരുന്നു? പറയൂ, കുട്ടി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് എങ്ങനെയായിരുന്നു? എപ്പോഴായിരുന്നു ഇതിന്റെ തുടക്കം? മിഠായിൽ നിന്ന്. പ്രണയം പോലെ മധുരമുള്ള മിഠായി അവന്റെ ഹൃദയത്തോട് ചേർത്തുള്ള കീശയിൽ നിന്ന് എടുത്തു വന്നപ്പോൾ അതൊരു ദുരുദ്ദേശമാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഡോക്ടർ. അവൻ തന്ന മിഠായികൾ ലഹരിയായി എന്നിൽ പടർന്നു കയറി. ഒരിക്കൽ ഉപയോഗിച്ചാൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുന്ന മിഠായിയുടെ വിതരണക്കാരിയായി ക്രമേണ ഞാൻ മാറുകയായിരുന്നു. സ്കൂളിലെ ആൺകുട്ടികളും പെൺകുട്ടികളും പണം നൽകി എന്നിൽ നിന്ന് മിഠായികൾ വാങ്ങാൻ തുടങ്ങി. പിന്നെ അത് മിഠായിൽ ഒതുങ്ങാതെ പുകവലിയിലേക്കും കുത്തിവെപ്പുകളിലേക്കും നീണ്ടു.
ഒരു ഡ്രഗ് മ്യൂൾ. അതെ, ഞാൻ അവരുടെ ഒരു ഡ്രഗ് മ്യൂളായി. മയക്കുമരുന്നുമായി നടക്കുന്ന ഒരു കോവർ കഴുത. നിന്റെ അച്ഛനും അമ്മയും ഇതൊന്നും അറിഞ്ഞിരുന്നില്ലേ? ഡാഡിക്കും മമ്മിക്കും ഞാനൊരു പഠിപ്പിസ്റ്റ് ആയിരുന്നു. രാത്രികളിലെ കമ്പൈൻ സ്റ്റഡീസ് DJ പാർട്ടികളായിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്നുള്ള കമ്പൈൻ DJ പാർട്ടി. ഏതൊക്കെ ഡ്രഗ്സ് ആയിരുന്നു കുട്ടിയും കൂട്ടുകാരും ഉപയോഗിച്ചിരുന്നത്? ഒരുപാടുണ്ട് ഡോക്ടർ. കഞ്ചാവ്, MDMA, കൊക്കൈൻ, മെത്ത്, അങ്ങനെ നിരവധി. ഇതൊക്കെ ഉപയോഗിക്കുമ്പോ കുട്ടിക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ്? അത് നമ്മെ ആനന്ദഭരിതരാക്കും, ഊർജ്ജസ്വലരാക്കും, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും, മനസ്സിന്റെയും ശരീരത്തിന്റെയും ഭാരം കുറയ്ക്കും. നാം അന്തരീക്ഷത്തിൽ ഒരു പൊങ്ങുതടി പോലെ പൊങ്ങിക്കിടക്കും. പിന്നെ ഹാലൂസിനേഷൻ, ഭ്രമാത്മകത, വിഭ്രാന്തി എന്നൊക്കെ പറയാറില്ലേ? Once you use it, you can feel it, doctor. അതിന്റെ അനുഭൂതി അനിർവചനീയമാണ്. കുട്ടിക്ക് തന്നെ രക്ഷപ്പെടണ്ടേ? ഇത്തരം ഡ്രഗ്സ് കുട്ടി ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയല്ലേ? അറിയാം ഡോക്ടർ, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് I can't ഡോക്ടർ. Why? കഴിയണം. You should escape from the demonic grip of drugs. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഡോക്ടർ. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എനിക്ക് ലൈനും പവറാക്കണം. ഡോക്ടർ എവിടെ? Where is my bag, doctor? Where is my bag? എവിടെ? Give me, doctor. Give me. എനിക്ക് വേണം. Give me. Give me, doctor. Give me. എനിക്ക് വേണം, doctor. Give me.
അധ്യാപകരെക്കാൾ കുട്ടികളെ കെയർ ചെയ്യാൻ കഴിയുന്നത് പാരന്റ്സിനാണ്, പ്രത്യേകിച്ചും അമ്മമാർക്ക്. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഡോക്ടർ? ഒരുപാട് ഒരുപാട് ചെയ്യാൻ കഴിയും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി വായിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കാറുണ്ടോ? അവളുടെ സ്കൂൾ ബാഗ് നിങ്ങൾ പരിശോധിക്കാറുണ്ടോ? അടച്ചിട്ട മുറിയിലിരുന്ന് അവൾ പഠിക്കുമ്പോ നിങ്ങൾ സ്വപ്നം കാണുന്നത് അവൾ നേടാൻ പോകുന്ന ഉയർന്ന മാർക്ക് മാത്രമാണ്. അവൾ IAS കാരിയാവുന്നത്, ഡോക്ടറോ എഞ്ചിനീയറോ ആവുന്നത്, അത് മാത്രമാണ് നിങ്ങളുടെ സ്വപ്നം. തെറ്റ് പറ്റിപ്പോയി ഡോക്ടർ. ഞാനൊരു സ്നേഹമുള്ള അമ്മയായി പോയി. തെറ്റ്. നിങ്ങളൊരു സ്നേഹമുള്ള അമ്മയല്ല, ആഗ്രഹങ്ങളുള്ള അമ്മ. IAS കാരിയുടെയോ ഡോക്ടറുടെയോ എഞ്ചിനീയറുടെയോ അമ്മയാവാൻ ആഗ്രഹമുള്ള അമ്മ. സാരമില്ല അമ്മേ, മിക്കവാറും എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാ. സ്വന്തം മക്കളെ അവൻ കണ്ണടച്ച് വിശ്വസിക്കും. അടച്ചിട്ട മുറിയിലിരുന്ന് കുട്ടി പഠിക്കുകയാണെന്നും സ്കൂൾ ബാഗുകളിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ലെന്നും കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞ് DJ പാർട്ടികൾക്ക് പോകില്ലെന്നും എല്ലാ അമ്മമാരും വിശ്വസിക്കും. കുട്ടിയുടെ പഠിപ്പിന് വിഘ്നം വരാതിരിക്കാൻ അത്താഴം പോലും ഒരുമിച്ച് ഇരുന്ന് കഴിക്കാറില്ല. അതുപോലും സ്റ്റഡി റൂമിൽ കൊണ്ടെത്തിക്കും. അമ്മേ, അറ്റ്ലീസ്റ്റ് അത്താഴമെങ്കിലും ഒരുമിച്ചിരുന്ന് കഴിക്കണം അമ്മേ. ഹേലോപെരിഡോൾ എന്ന ആന്റിസൈക്കോട്ടിക് ഇഞ്ചക്ഷൻ നൽകി അവളെ മയക്കിയിരിക്കുകയാണ്. അവളുടെ അഗ്രസീവ്നെസ് കുറയ്ക്കാൻ ഇതല്ലാണ്ട് മറ്റു മാർഗങ്ങളില്ല. ലൈൻ ഇടണം, പവറാക്കണം എന്നൊക്കെ പറയുന്നത് ഡ്രഗ് യൂസേഴ്സിന്റെ കോഡ് ഭാഷയാണ്. രക്തത്തിൽ മരുന്നിന്റെ അംശം അടങ്ങിയിരിക്കുന്നു. ശക്തി വീണ്ടെടുക്കണമെങ്കിൽ മരുന്ന് കുത്തിവെക്കണം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ദിവസങ്ങൾക്ക് ശേഷം MDMA എന്ന മാരകമായ രാസലഹരിയുടെ ഓവർഡോസ് ആ പെൺകുട്ടിയെ മരണത്തിലേക്ക് എത്തിച്ചു. മെല്ലെ ജഡമായി മാറ്റുന്ന ലഹരിയൊരു വില തന്നെ സത്യം. മൃഗതുല്യമായി മെല്ലെ ജഡമായി മാറ്റുന്ന ലഹരിയൊരു വില തന്നെ സത്യം. ലഹരിയൊരു വില തന്നെ സത്യം. ലഹരിയൊരു വില തന്നെ സത്യം. വലിച്ചും കുത്തിവെച്ചും ഒരു വിഭാഗം നശിക്കുകയാണ്. ഈ വിപത്തിനെതിരെ നിസ്സംഗരായിരിക്കാൻ നമുക്ക് കഴിയോ രാമേട്ട? ഇല്ല മോളെ, നമുക്കിനി അടങ്ങിയിരിക്കാനാവില്ല. ആ ഭീകരത നമ്മുടെ പടിവാതിൽക്കലും എത്തിയിരിക്കുന്നു. മയക്കുമരുന്നിനെതിരെ പോരാടുവാൻ നമ്മുടെ കുട്ടികളെ കൂടി നമുക്ക് സജ്ജരാക്കണം. എനിക്ക് മാപ്പ് തരൂ മക്കളെ. എന്റെ കൊച്ചുമകനടക്കമുള്ള പുതിയ തലമുറയുടെ അവസ്ഥ കണ്ട് മനസ്സ് മടുത്തപ്പോൾ ഞാൻ അല്പം മദ്യപിച്ചു. നിങ്ങളോടും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ആ മഹാത്മാവിനോടും മാപ്പ് ചോദിക്കുന്നു. എനിക്ക് മാപ്പ് തരൂ.
കുഴപ്പമില്ല കാണാരേട്ടാ. ലഹരി മാഫിയ നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളെ മലിനമാക്കാൻ ശ്രമിക്കുന്ന ഹീനമായ പ്രവൃത്തികളെ നമുക്ക് പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കണം. മദ്യവും മയക്കുമരുന്നും പിശാചിന്റെ കരങ്ങളാണ്. ആ കരങ്ങൾ കൊണ്ടുള്ള അടിയേറ്റ് ബുദ്ധിശൂന്യതയിലും ലഹരിയിലും അടിമത്തത്തിലും മനുഷ്യൻ പതിക്കുന്നുവെന്ന് 1926 ഏപ്രിൽ 22 യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിൽ ഗാന്ധിജി എഴുതി. ലഹരി വസ്തുക്കൾ വർജിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. മഹാത്മജി സ്വപ്നം കണ്ട ആ ക്ഷേമ രാഷ്ട്രത്തിനായി മക്കളെ നമുക്കൊന്നിച്ച് പറയാം. Say no to drugs. Say no to drugs. Say no to drugs. Say no to drugs. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ വരും കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരും കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും ചതിയുടെ വിരുന്ന്